നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന എംപിമാരായ കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. മത്സരിക്കാൻ ഇരുവർക്കും ദേശീയ നേതൃത്വം ഇളവനുവദിച്ചേക്കും. വാർത്താസമ്മേളനം നടത്തരുത് എന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന കെ സുധാകരൻ അംഗീകരിച്ചു. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ യോഗം പുരോഗമിക്കുകയാണല്ലോ. ഡൽഹി AICC ആസ്ഥാനത്ത് അന്തിമ തീരുമാനമായോ? എപ്പോൾ പ്രഖ്യാപനം? ഉന്മേഷ്, ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കമ്മിറ്റിയുടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ ഏറ്റവും നിർണായകമാകുന്നത് രണ്ട് മുതിർന്ന നേതാക്കൾ MP-മാർ കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇരുവരുടെയും മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷയം എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരു നേതാക്കൾക്കും MP-മാർ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത് പലതവണ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അത് അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി KPCC അധ്യക്ഷൻ തന്നെ MP-മാരെ ഇത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ അപ്പോഴും തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാനില്ല എന്ന് മാത്രമല്ല, മറിച്ച് കടുത്ത നീക്കത്തിലേക്ക് പോയേക്കുമെന്ന സൂചനകൾ ഇരു നേതാക്കളും നൽകിയിരുന്നു. അതിനുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു. മത്സരിക്കാൻ പ്രാഥമികമായി ആവശ്യമുള്ള നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ അത് കേരള ഹൗസിൽ നിന്നും പാർലമെന്റിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും ഇരുവരും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ അനുമതിയോടെയോ അല്ലാതെയോ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി തന്നെയാണ് വിലയിരുത്തുന്നത്. കൂടാതെ ഇന്നലെ രാത്രിയോടെയാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചതും. ആ ഒരു മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നും നേതാക്കളെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു. തുടർന്നാണ് കെ സുധാകരനുമായി ആശയവിനിമയം നടത്തിയത്. പല ഘട്ടത്തിൽ നേതാക്കൾ MK രാഘവൻ MP അടക്കമുള്ളവർ കെ സുധാകരനെ ഇന്ന് രാവിലെ കണ്ടിരുന്നു. അതേസമയം കെ സുധാകരനാകട്ടെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നലെ രാവിലെ മുതൽ തുടരുകയാണ്. അദ്ദേഹം പുറത്ത് മറ്റ് നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ല. തന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു. അതിൽ എന്താണ് ഹൈക്കമാൻഡിന്റെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് എന്നറിയുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ച ഒരു മട്ടിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും പല തരത്തിൽ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് സമവായത്തിലേക്കുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും വാർത്താ സമ്മേളനം മാറ്റിവെക്കണം എന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന അത് സുധാകരൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരുമാനത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.